2003 ഫെബ്രുവരി 19. കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം കറുത്ത ഏടായിരുന്നു ഈ ദിവസം. മണ്ണിൽ ജീവിക്കാനായി ഭൂമി ചോദിച്ച ആദിവാസികളെ സർക്കാർ നേരിട്ടു. ആദർശവാനായ ആന്റണി സർക്കാരാണ് ക്രൂരത കാണിച്ചത്. CK ജാനുവും ഗീതാനന്ദനുമാണ് ഈ സമരത്തെ നയിച്ചത്. സമരം അക്രമാസക്തമായി മാറി. മുത്തങ്ങയിലെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കുടിൽകെട്ടിയ ആദിവാസികളെ പോലീസ് ലാത്തിചാർജ് ചെയ്തു ക്രൂരമായ രീതിയിൽ. പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദ് ആദിവാസികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് നടന്നത് നരനായാട്ട്. ജോഗി എന്ന ആദിവാസി കൊല്ലപ്പെട്ടു പോലീസ് വെടിവെപ്പിൽ. ആദിവാസി സ്ത്രീകളെ പോലീസ് ബലാത്സംഗം ചെയ്തു. CK ജാനുവും ഗീതാനന്ദനും അപകടം മണത്തെറിഞ്ഞ് മുങ്ങിയ അവർ പിന്നീട് പോലീസ് പിടിയിലായി. പോലീസ് പിടിയിലായ CK ജാനുവിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ അവരുടെ വീർത്ത മുഖം, കലങ്ങിയ കണ്ണുകൾ ഒക്കെ പോലീസ് മർദ്ദനത്തിൻ്റെ സാക്ഷ്യപത്രമായി മാറി. ആന്റണി സർക്കാരാണ് ഈ ക്രൂരതയ്ക്ക്, ആദർശവാനാണെന്ന് പറയുന്ന ആന്റണിയാണ് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത്, ഈ ക്രൂരതയ്ക്ക് ഉത്തരവ് ഇട്ടത്. പിന്നീട് CK ജാനു കേരളത്തിൻ്റെ സ്പന്ദനമായി മാറി. MT വാസുദേവൻ നായരടക്കമുള്ള എഴുത്തുകാർക്ക് പ്രിയപ്പെട്ട നേതാവായി CK ജാനു മാറി. പക്ഷേ ഗീതാനന്ദനും CK ജാനുവും പിന്നീട് രണ്ട് ധ്രുവങ്ങളിലായി മാറി. CK ജാനുവിൻ്റെ രാഷ്ട്രീയം പല വഴികളിലായി നീങ്ങി. അതിലൊരു വഴി BJPയിലേക്കായിരുന്നു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് CK ജാനു BJPയിൽ എത്തി. CK ജാനുവിന് BJP നേതാവ് K സുരേന്ദ്രൻ 10 ലക്ഷം രൂപ ഫണ്ട് നൽകിയത് വിവാദമായി മാറി. CK ജാനുവിൻ്റെ സന്തത സഹചാരിയായ പ്രസീത അഴിക്കോടാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. പണം കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്ന ഒരു നേതാവായി CK ജാനു മാറി. പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന തത്വശാസ്ത്രം CK ജാനു ഉൾക്കൊണ്ടു. ഗീതാനന്ദൻ ഇപ്പോഴും ആദിവാസി സംരക്ഷണ സമിതിയുമായി നടക്കുന്നു. CK ജാനു പണത്തിളക്കത്തിൽ മതിമറക്കുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞത് CK ജാനു ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന കൂടാരത്തെക്കുറിച്ചാണ്. UDFിലേക്കാണ് CK ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ചേക്കേറിയിരിക്കുന്നത്. CK ജാനുവിന് എന്ത് നയമാണ് ഉള്ളത്? CK ജാനുവിന് വേണ്ടത് പണവും പ്രശസ്തിയും അധികാരവും ആയിരുന്നു. അതെവിടെ കിട്ടുമോ അവിടെ ചേക്കേറും CK ജാനു. പണ്ട് കോൺഗ്രസ് സർക്കാർ തങ്ങളുടെ സമുദായത്തോട് ചെയ്ത ക്രൂരതകളൊക്കെ CK ജാനു മറന്നു. ഗീതാനന്ദൻ മറന്നില്ല. അദ്ദേഹം ഇപ്പോഴും ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. CK ജാനു അങ്ങനെയല്ല. ജാനു അതൊക്കെ അങ്ങ് മറന്നു. ജാനുവിന് ആവശ്യം പണമാണ്, ജാനുവിന് ആവശ്യം പ്രശസ്തിയാണ്, ജാനുവിന് ആവശ്യം അധികാരമാണ്. എന്തായാലും UDFിൻ്റെ അസോസിയേറ്റ് അംഗമായി ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇടം നേടിയിരിക്കുന്നു. മറ്റൊരംഗം PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ്സാണ്. ചുരുക്കത്തിൽ ജാനു എന്ന സ്ത്രീ ധനത്തിൻ്റെ, അധികാരത്തിൻ്റെ ഒക്കെ പ്രതിരൂപമായി മാറിയിരിക്കുന്നു. സ്വന്തം സമുദായത്തെ, തന്നെ സ്നേഹിച്ച സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കാൻ അവർക്കിപ്പോൾ യാതൊരു മടിയുമില്ല. അവരുടെ വീർത്ത മുഖം കണ്ട് അന്ന് നടുങ്ങിയവർ ഇന്ന് അവരെ ഓർത്ത്, ആ നടുക്കമോർത്ത് പശ്ചാത്തപിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ജാനു ഉണ്ട് ഇപ്പോൾ. ജാനു UDFിലേക്ക് ചേക്കേറിയത് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം, അന്ന് ജാനുവിൻ്റെ കൂടെ നിന്ന ശ്രീരാമൻ കൊയ്യോൻ അടക്കമുള്ള ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ജാനു പണത്തിന് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യാറുണ്ടെന്ന് പ്രസീത അഴിക്കോട് തന്നെ പറഞ്ഞു. BJPയിലേക്ക് ജാനു പോയത് പണത്തിന് വേണ്ടിയാണ്. BJPക്കാർ ജാനുവിൻ്റെ പാർട്ടിക്ക് ഫണ്ട് കൊടുത്തു. പ്രത്യേകിച്ചും K സുരേന്ദ്രന് ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു ജാനു. അതുകൊണ്ട് തന്നെ ജാനുവിനെ K സുരേന്ദ്രൻ പ്രോത്സാഹിപ്പിച്ചു. വയനാട്ടിൽ BJPക്ക് ആധിപത്യം ഉറപ്പിക്കാനായി മാത്രം.
BJPയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ തരാതരം പോലെ രാഷ്ട്രീയം മാറുന്ന ആധുനിക രാഷ്ട്രീയത്തിൻ്റെ പ്രതിരൂപമായിരിക്കുന്നു പണ്ടത്തെ വിപ്ലവകാരിയായ ജാനു. പണ്ട് ആദിവാസികൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ജാനു പറഞ്ഞത് CPM മുതലാളിത്ത ഇടതുപക്ഷമാണെന്നായിരുന്നു. CPM അല്ല ഇടതുപക്ഷം, തങ്ങളാണ് ഇടതുപക്ഷം എന്നായിരുന്നു. അന്നത്തെ സമരത്തിൽ CPI ML അടക്കമുള്ള തീവ്ര രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആ സമരം തൻ്റെ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ജാനു ചെയ്തത്. ഏത് സർക്കാരാണോ തന്നെയും തൻ്റെ സമുദായത്തെയും ക്രൂരമായി മർദ്ദിച്ചത്, അതേ സർക്കാരിൻ്റെ അതേ പാർട്ടിയുടെ കൊടിക്കീഴിൽ അണിനിരന്നിരിക്കുന്നു ജാനു. കലികാല വൈഭവം എന്നല്ലാതെ എന്തു പറയാൻ. ജാനുവിനെ കുറിച്ചോർത്ത് ഇപ്പോൾ ബുദ്ധിജീവികളും ദുഃഖിക്കുന്നു. അന്ന് ജാനുവിന് അനുകൂലമായി നിന്ന ബുദ്ധിജീവികൾ ഒരുപാട് ഉണ്ടായിരുന്നു. ജാനുവിന് വേണ്ടി ശബ്ദിച്ച സാംസ്കാരിക പ്രമുഖർ ഉണ്ടായിരുന്നു. സുകുമാർ അഴീക്കോട് പറഞ്ഞത് ജാനുവിൻ്റെ വീർത്ത മുഖം കാണുമ്പോൾ തൻ്റെ ഹൃദയം പൊടിയുന്നു എന്നാണ്. തൻ്റെ ഹൃദയത്തിൽ രക്തം പൊടിയുന്നു എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്. അത്രയേറെ ആവേശമായിരുന്നു 2000-ൻ്റെ തുടക്കത്തിൽ ജാനു. 2003 ഫെബ്രുവരി 19 മുത്തങ്ങയിൽ നടന്ന വെടിവെപ്പ് ഇന്ത്യ ഒട്ടാകെ ചർച്ചയായി മാറി. ആദിവാസിയായ ജോഗിയെ വെടിവെച്ച് കൊന്ന ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന പോലീസിന്റെ ദൃശ്യം അന്ന് ചാനലുകളിൽ മാറി മാറി പ്രദർശിപ്പിച്ചു. ചാനൽ കണ്ടവർ ചോര മരവിച്ചിരുന്നു ആ ദൃശ്യമോർത്ത്. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസ്. അതിന് സ്തുതി പാടിയ ആന്റണി എന്ന ആദർശനിഷ്ഠനായ മുഖ്യമന്ത്രി. ആന്റണിയുടെ ഇമേജ് തകർന്നത് ഈ സംഭവത്തിലൂടെയായിരുന്നു. ആന്റണിയുടെ ഇമേജ് തകർന്നടിഞ്ഞ് തരിപ്പണമായി മാറി. ആന്റണി എന്ന ആദർശ രാഷ്ട്രീയത്തിൻ്റെ കള്ളരൂപത്തെ ജനം തിരിച്ചറിഞ്ഞത് മുത്തങ്ങ സമരത്തിലൂടെയാണ്. എന്തായാലും ആന്റണിയുടെ പാർട്ടിയുടെ ഘടകകക്ഷിയായി തന്നെ ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മാറുമ്പോൾ ജാനു എന്ന വ്യക്തി കേരളത്തിന് മുമ്പിൽ തകർന്നടിയുകയാണ്. ജാനു എന്ന ബിംബം കേരളത്തിന് മുമ്പിൽ തകർന്നടിയുകയാണ്. ജാനു എത്തപ്പെടേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ആയിരുന്നില്ല. സവർണ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന BJPയുടെ കൂടെയായിരുന്നു ജാനു ഒരു കാലത്ത്. ഇപ്പോൾ ജാനു തൻ്റെ സമുദായത്തെ തല്ലിച്ചതച്ച കോൺഗ്രസ് പാർട്ടിയുടെ കൂടെയാണ്. ജാനു, നിങ്ങൾക്ക് കേരളം ഒരിക്കലും മാപ്പു തരില്ല.